രാവിലെ 6:20 കേട്ടോ. എൻ്റെ വെളുപ്പാങ്കാലം ലൈറ്റ് ഇട്ടിട്ടില്ല. ലൈറ്റ് ഇടാതെ ഉള്ള കാഴ്ചകൾ കാണിച്ചു തരാം. ഫയർ പ്ലേസ് വിളക്ക് നമ്മുടെ ജനാലയിലൂടെ പുറത്ത് വെട്ടം വന്നുകൊണ്ടിരിക്കുക. ഡേ ലൈറ്റ് ടൈം സേവ് ചേഞ്ച് ആയ മുതൽ എൻ്റെ ഉറക്കവും ശരിയാവുന്നില്ല. യൂഷ്വലി ഇപ്പം 6:20, ഇപ്പം ഇന്ന് 6:20 ആണെങ്കിൽ 2 ദിവസം മുമ്പ് ഇത് 5:20 ആയിരുന്നു രാവിലെ. പെട്ടെന്ന് വെളുക്കും കേട്ടോ. ഇനിയിപ്പം എന്താ ഒരു 10-30 മിനിറ്റിനുള്ളിൽ ഞാൻ പോയി എൻ്റെ പി സിയുടെ അവിടെ ഇരിക്കും. പി സി ലോഗിൻ ചെയ്തിട്ടുണ്ട്, ബട്ട് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് കാണുന്നില്ല. നീരും അങ്ങനെ പളപ്പളാ വെളുത്തു തുടങ്ങി. 10 മിനിറ്റ് കൊണ്ട് വ്യത്യാസം കണ്ടോ. ഇനി ഞാൻ എണീറ്റ് തിരികളൊക്കെ അണച്ച് താഴ്ത്തി വെച്ചിട്ട് ഓക്കിൻ്റെ അവിടെ പോയി ലൈറ്റ് ഇട്ടിട്ട് അവിടെ പോയി ഇരിക്കണം. നല്ല രസമുണ്ട് കേട്ടോ കാണാനിങ്ങനെ. പകുതി വെട്ടത്തിൽ കുറച്ച് ഇരുണ്ടിരിക്കുന്ന സമയത്ത് വിളക്കിൻ്റെ അവിടെ ആ തിരികൾ കൊണ്ട് മാത്രമുള്ള വെട്ടം എത്ര കണ്ടാലും മതിയാവില്ല. ഞാനിങ്ങനെ കൗച്ചി കിടന്ന് അതിനെ നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഈ സീ ത്രൂ മറ്റേ കോട്ടണിലൂടെ പുറത്തെ വെട്ടവും സീറ്റിൽ വന്നിരുന്ന് കേട്ടോ. നേരമാണെങ്കിൽ വെളുത്ത് വരുന്നു. 7 മണിയാവുകയും ചെയ്തു. 7 മണിയാവാൻ ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് മതി. ഒട്ടും ഒരിതില്ല, ഒരു ഊർജസില്ല. രാവിലെ എണീറ്റ് വർക്ക് ചെയ്യണം. നല്ല തണുപ്പുമുണ്ട് പുറത്ത്. അതുകൊണ്ട് ഇന്നലെ മെഞ്ഞാന്നൊക്കെ നല്ല തലവേദന ഉണ്ടായിരുന്നു. ഇന്ന് ഡിസി എനിക്ക് ഡിസി വന്നാൽ 1 വീക്ക് നിൽക്കും. വല്ല വിധേന ഇങ്ങനെ പിടിച്ചു വയ്ക്കുക. കാരണം കുറേ സിക്ക് ലീവ് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ചെയ്യുന്നത്രയും ചെയ്യാം. അങ്ങനെ ഭയങ്കര കിറുക്കം വരുവാണെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. സബ്മിറ്റ് അങ്ങനത്തെ ഒരു ലീവ്. പിന്നെ പോയി ഇരിക്കണം. കിടക്കാൻ പറ്റില്ല. ഭയങ്കര കറക്കമായിരിക്കും. അവിടെ ഇരിക്കും. 90 ഡിഗ്രി ആംഗിളിൽ ഇങ്ങനെ ഇരിക്കും. അപ്പം വാട്ട് ഈസ് ദാറ്റ് ഐ എം ഗോയിങ് ടു ഡു ടുഡേ. നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ എന്താണ് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. തിങ്കിങ്. എൻ്റെ കയ്യിൽ ഒരു മൺചട്ടി ഉണ്ട്. പണ്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ട്രിവാൻഡ്രത്ത് നിന്ന് വന്നപ്പോഴത്തേക്ക്. അതല്ലാണ്ട് ഞാൻ ഇവിടെ വെച്ച് വാങ്ങിച്ച ഒരു ഇതുണ്ട്, ഓർഡർ ചെയ്ത് വാങ്ങിച്ചത്. ബട്ട് അതിന് ഒരു സ്മെല്ല് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഞാൻ ഒരിക്കൽ അതിൽ പൊങ്കാല പായസം ഇട്ടു. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു മൺചട്ടിയിൽ ഐ ഡിഡ് സംതിങ് അവിയൽ മാത്രം എന്താണ്ട് ചെയ്തു. അവർ പറഞ്ഞു അത് എന്താ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. യു ക്യാൻ യൂസ് ഇൻസ്റ്റൻ്റ് ആയിട്ടെന്നുള്ളത്. അതിനെന്താ വാക്ക് പറയാൻ എനിക്കറിയത്തില്ല. അപ്പം പാകപ്പെടുത്തി എടുക്കുമെന്ന് അറിയത്തില്ലേ. അതിന് സീസണിങ് ചെയ്തെടുക്കുന്നതിന് മലയാളം വേർഡ് എന്ത് പറയും? മെഴുകിയെടുക്കൂ. ഞാൻ നോക്കി തപ്പിപ്പിടിച്ചിട്ട് പറയാം. അപ്പോൾ ആ മൺചട്ടീനെ ഇന്ന് എങ്ങനെ ചെയ്യുമെന്നുള്ളത്, കാരണം എൻ്റെ രീതിക്ക് അനുസരിച്ചിട്ട്, കാരണം എനിക്ക് ആ ഒരു സ്മെല്ല് വരുന്നുണ്ട് അതിനകത്ത്, മണ്ണിൻ്റെ അതൊക്കെ. അപ്പം ഞാനത് ഇന്ന് വൈകിട്ട് ഒന്നിന്ന് എടുത്തിട്ട് നല്ല വൃത്തിയാന്ന് തേച്ച് കഴുകി. മെറ്റൽ സ്ക്രബ്ബറുണ്ട്, അതൊക്കെ വെച്ച് തേച്ച് കഴുകിയിട്ട് കുറച്ച് വെള്ളം നിറച്ചു ഇട്ടിട്ട് എൻ്റെ കുക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത അടുപ്പില്ലാതും വെച്ചിട്ട് കുറേ തേയിലപ്പൊടി ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് പിന്നെ പറ്റിച്ചെടുക്കും. തിളപ്പിച്ച് വെള്ളത്തിലും പറ്റിച്ച് ആ തേയില മൊത്തം അതിൽ സ്റ്റിക്ക് ചെയ്തിട്ട് പിന്നെ ഫൈനലി ആ വെള്ളം കളഞ്ഞിട്ട് എണ്ണ തടവി വയ്ക്കുക. ഇതാണ് ഉദ്ദേശിക്കുന്നത് സീസണിങ് ചെയ്യുന്നത്. എൻ്റെ രീതിയിൽ ചെയ്തു നോക്കാം. ആ മണ്ണിൻ്റെ മണം അറിയുന്നേക്കൊള്ളായിരുന്നു. മറ്റേ കളർ വേറെ ഇവിടെ ഓർഡർ ചെയ്ത സാധനത്തിന് ദ മോർ ഐ സ്ക്രബ് അതിനകത്ത് ഒരു റെഡ് കളർ അങ്ങനെ വരുമോ? ഇത് റെഡ് ഓക്സൈഡ് ഇട്ടിട്ട് ഫാക്ടറി ബിൽറ്റ് വലുതാണോന്ന് അറിയത്തില്ല. റെഡ് ഓക്സൈഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ്. റെഡ് മാതിരി. ഇവൻ ഞാൻ ഉണ്ടാക്കിയാൽ അത് എന്തോ ഒരു വല്ലാത്തൊരു ഇത്. ഒരു 2 വട്ടം ചെയ്തിട്ടുണ്ട് പൊങ്കാല പായസം വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ഉടനെ പാത്രം വേറെ മാറ്റി. ബട്ട് എന്നാലും സ്മെൽ ഇസ് സ്റ്റിൽ ദ സെയിം. ഞാൻ വിചാരിച്ചു അതിനുശേഷം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നു. അതിനുശേഷം ഒരിക്കൽ മോര് കാച്ചി അതിൽ
ലൈക്ക് വെജിറ്റേറിയൻ സാധനങ്ങൾ. മറ്റേ ഉണ്ട് ഒരു ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നത്, അതിൻ്റെ താഴെ ഇങ്ങനെ ക്രാക്സ് വന്നിരിക്കുക. അപ്പോൾ അതിന് എന്തെങ്കിലും ഒന്ന് പോവുമല്ലോ, ഇനി ഈ സമയം അധികം ഉണ്ടാവുമോ എന്നറിയത്തില്ല. എല്ലാത്തിനും ഒരു പഴക്കം വരുമ്പോഴത്തേക്ക് ലൈക്ക് ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുന്നത് നമ്മുടെ പ്രായമല്ലല്ലോ, ഓരോന്നും അതിൻ്റെ ലൈഫ് ടൈം ഉണ്ടല്ലോ. ഞാൻ ചാകുന്നവരെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഇതൊക്കെയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്, അല്ലാതെ കുക്കിംഗ് ആയിരിക്കില്ല. ഞാൻ എൻ്റെ ചാനൽ യൂഷ്വലി ഉദ്ദേശിക്കുന്നത് ലൈക്കിനും ദർ ഇസ് നോ സ്പെസിഫിക് ടോപ്പിക്, ഇങ്ങനെ ഒരു പ്രത്യേകം ഒരെണ്ണത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. എനിക്ക് എന്നെ തന്നെ നന്നായിട്ട് അറിയാം. അപ്പോൾ അറിയുന്ന സ്ഥിതിക്ക് മൈ യൂഷ്വൽ തിങ്സ്. ഇപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ അതിനകത്ത് കുറേ കുക്കിംഗ് ഇട്ടുകൊണ്ടിരിക്കുക, വേറെ ഒന്നും ഇടാനില്ലാത്തതുകൊണ്ട്. കാരണം വീട്ടിൽ തന്നെ ഇരിക്കുക, പുറത്തെങ്ങും പോകുന്നില്ല, ഹോം ഓഫീസാണ്, ഇതിൽ കാണിക്കാനായിട്ടൊന്നുമില്ല. ഈ മുറിന്ന് ആ മുറിന്ന് ഇത് ഇപ്പുറത്തെ മുറി മാക്സിമം ഞാൻ കറങ്ങുന്നത്, മാക്സിമം ഞാനായിട്ട് ലൈക്കാണ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ വർക്ക് എന്ന് വെച്ചാൽ വീക്ക്ലി ക്ലീനിങ് ആണ്, ലൈക്ക് സാറ്റർഡേ സൺഡേസ് ക്ലീനിങ് ഡേ. അപ്പോൾ അന്ന് ചിലപ്പം ഭയങ്കര എക്സോസ്റ്റ് ആയിരിക്കും ഞാൻ, അതുകൊണ്ട് എനർജി ഒട്ടും ഉണ്ടാവില്ല. ഇത് പിടിച്ചു കൊണ്ടുപോയി ഒരു തുറപ്പെടുത്തോണ്ട് വരിക, പിന്നെ അവിടെ കൊണ്ടുപോയി മൊബൈൽ വയ്ക്കുക, പിന്നെ അതിൻ്റെ രണ്ടടി അങ്ങോട്ട് നിൽക്കുക, പിന്നെ അടുത്ത് വയ്ക്കുക. എന്നെ കൊണ്ട് പറ്റില്ല അതൊക്കെ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് ഞാൻ ഇന്ന് വൈകിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാം. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഇതാണ് ഞാൻ ആ പറഞ്ഞ സംഭവങ്ങൾ ഒക്കെ ഇരിക്കുന്നതിനകത്ത്. നല്ല പുതിയ സാധനം, പക്ഷേ ഇതാണ് ഞാൻ പറഞ്ഞത്. എത്ര തേച്ചാലും ലൈക്കുന്നു റെഡ് കളർ ഉണ്ടാക്കുന്നു, റെഡ് ഓക്സൈഡ് എങ്ങാണ്ട് ഇളകി വരുന്ന മാത്രമേ തോന്നും. നല്ലൊരു ഇതാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്തു, ഇങ്ങനെ കുറേ വെച്ചിട്ട് വെള്ളമൊക്കെ തിളപ്പിച്ചു. എന്നാലും ബസ്റ്റിൽ എനിക്ക് ആ ഒരു മണം എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതുണ്ട്, എന്തോ ഒരു വ്യത്യാസമുണ്ട് ഇതിനകത്ത്. അത് ഇവിടുന്ന് ഓർഡർ ചെയ്ത് വരുത്തിച്ച സാധനം, പൊങ്കാല 2 വട്ടം ചെയ്തത്. ഇതിൽ ഞാൻ അവിയലൊക്കെ ഉണ്ടാക്കി, അപ്പം കുറച്ച് നാളായി യൂസ് ചെയ്തിട്ട്. എല്ലാം അവിയുടെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി ഈ വെള്ളത്തോടുകൂടി ഞാനിതിൽ കുറച്ച് തിളപ്പിക്കാൻ പോവാം. ഇവിടെ ചായക്ക് വെള്ളം തിളച്ചു. ഇതും കൂടി കിടന്ന് തിളക്കട്ടെ. ഇനി മറ്റു ചട്ടിയും കൂടി എടുത്ത് വയ്ക്കാം. അപ്പം എല്ലാം ഒന്ന് പാകപ്പെടുത്തി എടുക്കാൻ പറ്റും. നല്ല വെയിറ്റ്. വെള്ളം തിളച്ച് രണ്ടും നല്ലോണം തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ശരിയാവും. അടുത്ത് നമ്മുടെ കാപ്പി റെഡി, വിത്തൗട്ട് ഷുഗർ ഇല്ലാണ്ട്. ഇനി ഇത് സ്മെല്ലില്ലാണ്ടിരിക്കുമെന്ന് നോക്കണം. വെള്ളത്തിൽ വെച്ചുകൊണ്ട് അതത്രയും പുകയായിട്ട് വരും, സ്റ്റീം തോന്നും. അങ്ങനെ നിറച്ചും വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. എന്ത്? നമ്മുടെ പൊടി. ഇതിട്ടാണ് തേയിലപ്പൊടി ഇട്ടൊന്ന് തിളക്കട്ടെ. തിളച്ച് പറ്റണം അതിനകത്ത്. കാപ്പിപ്പൊടി ഡബ്ബയില തേയിലപ്പൊടി വെച്ചിരിക്കും.
കാപ്പിപ്പൊടി തിളയ്ക്കാൻ തുടങ്ങി. കാപ്പി തേയിലപ്പൊടി. ഇതിൻ്റെ ആ സൈഡിൽ വരുന്ന ആ സ്മെല്ല് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ വരും. ഇത് വരുമായിരുന്നേ. എന്നിട്ട് ഇവിടെ വരുന്ന സ്റ്റീമിൻ്റെ മുകളിൽ തന്നെ ഇവിടെ നിന്ന് പുറത്ത് വരും. ടെറാക്കോട്ട മെറ്റീരിയലാണ് ഇത്. സാധാരണ ക്ലേയുടെ ഇതാണ്. അപ്പോൾ ഇതിന് ഭയങ്കര സ്മെല്ല്, ഭയങ്കര വാട്ടം, ഒരു കെമിക്കലിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ചട്ടി കത്തുമ്പോൾ തന്നെ സഹിക്കാൻ പറ്റത്തില്ലത്. ഒരു ടൈം കഴിയുമ്പോഴത്തേക്ക് നിർത്തി വെച്ചിട്ട് നമ്മൾ പാത്രം മാറ്റേണ്ടി വരും. റെഡ് ഓക്സൈഡ് മാതിരി എന്താണ്ട് ഉണ്ട് കേട്ടോ അതിനകത്ത്. അല്ലാണ്ട് ഇത്രയും ഇത് വരില്ല കെമിക്കൽസ്. ഇപ്പം കുറച്ചായിട്ട് കത്തിച്ചു. ഇനി ഇത് കുറച്ച് ടൈം എടുക്കും, കാരണം ചെറിയ തീയിലാണ് ഇരിക്കുന്നത്. ഇത് നമ്മുടെ സാധാരണ ചായ മാർക്കറ്റിൽ നിന്ന് മൺചട്ടിയൊക്കെ വെക്കത്തില്ലേ, ആ വീട്ടിൽ പോയിട്ട് അവിടുന്ന് വാങ്ങിച്ചതാണ്. തീയില വെള്ളത്തിൻ്റെ മണം വരുന്നു. ഇപ്പം ചട്ടിയുടെ മണം വരുന്നില്ല എനിക്ക്. എനിക്ക് ഒരു സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. ഇത്രയും കാലം എന്താ റെസ്റ്റ്ലെസ് ആണെന്നറിയാം. ലൈക്ക് അത് വെക്കേണ്ട താമസം ആ ടെറാക്കോട്ടയുടെ ആ സ്മെല്ല്, ഈ മെറ്റീരിയൽ പ്രത്യേകിച്ച് ഇത് ചെറുതാണ് വെക്കുന്നെങ്കിൽ ഇതിന് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ ഞാൻ എനിക്ക് പിന്നെ അത് ഉപയോഗിക്കാനായിട്ട് ഒരു വിമിഷ്ടം മാതിരി ഒരു ഫീൽ ചെയ്യും. ഇതിപ്പോൾ ഏതായാലും ഇതിൽ കാലം കഴിഞ്ഞു. മറ്റേ ചട്ടിയുടെ അത് ഒരു ക്രാക്സൊക്കെ വന്നിട്ട് അത് കുറച്ച് ലീക്കിങ് കൊണ്ടുപോകുന്നൊരു ഡൗട്ട്. കാരണം അത് വെച്ച് കഴിഞ്ഞിട്ട് തിരിച്ചെടുക്കുമ്പോഴത്തേക്ക് ഈ സർഫസിലേക്ക് അത് വല്ലാത്തൊരു സ്റ്റെയിൻസ് ഉണ്ടാവും, ലൈക്ക് എണ്ണയൊക്കെ ഊറിയിട്ട് അതിൽ വരുന്നത്. അപ്പം കാലം കഴിയുന്നതിനൊക്കെ മാറ്റണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇത് എടുക്കുകയാണ്. ഇത്രയും കാഴ്ചപ്പോഴത്തേക്ക് തേയിലപ്പൊടിയുടെ മണം സാധാരണ അല്ലാത്ത എന്ത് സ്റ്റെപ്പാണെന്ന് അറിയില്ല. മണ്ണിൻ്റെയോ കളിമണ്ണിൻ്റെയോ ചെളിമണ്ണിൻ്റെയോ ഒന്നിൻ്റെ നാറ്റം വരുന്നില്ല ഇപ്പം. അങ്ങനെ ഇരുന്ന് ഞാൻ 2-3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതൊക്കെ എടുത്ത് മയക്കിപ്പിടുത്ത് ഉപയോഗിക്കാനായിട്ടുള്ള ഇതിലേക്ക് വന്നിരിക്കുവാണ്. ഇനി എന്താ പറയണ്ടേ, സക്സസ് ആയാലും ക്രോസിംഗ് ഫിംഗേഴ്സ്, സക്സസ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതാണ്ട് പകുതിയായി ഇതിൽ തിളച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇനിയുണ്ട്, വറ്റാനായിട്ട് കുറേ ഉണ്ട് വെള്ളം. 10 മിനിറ്റ് കൊണ്ട് ഒന്നും നടക്കില്ല കേട്ടോ, ചെറിയ ഇതിൽ പോവുകയാണ്. കാരണം ഇതിൻ്റെ ആ സർഫസ് ബേസ് എത്രയാണെന്ന് വെച്ചാൽ ആ ബേസിനനുസരിച്ചിട്ടുള്ള തീയാണ് വെച്ചിരിക്കുന്നത്. അത് സ്വയം ഇടയ്ക്കിടയ്ക്ക് താഴെയും മേലോട്ട് വരികയും ചെയ്യുന്നുണ്ട്. ലൈക്കേനോ അപ്പം ആ പുറത്ത് കത്തുന്നതും അതൊക്കെ ഒന്ന് നിന്നു. ആ ഫ്യൂംസ് വരുന്നത് പുറത്തുനിന്ന് സ്മോക്കി മാതിരി ഫീൽ ചെയ്തത്. ചട്ടിയുടെ പകുതിയായിട്ടുണ്ട്. ചെറുതിൽ വെള്ളം വറ്റി ഏതാണ്ട് പകുതിയായി, വലുതിൽ പകുതിയായിട്ടേ ഉള്ളൂ. ഇതിൻ്റെ സൈസിന് ഇതിന് തിളച്ച് തീരണമെങ്കിൽ ഏതാണ്ട് കുറേ ടൈം എടുക്കും. 10 മിനിറ്റ് കൊണ്ട് കാര്യം നടത്താമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് ടൈം എടുക്കുക. ലൈക്ക് ഓരോ 10 മിനിറ്റ്സും വന്നിട്ട് നോക്കുവാണ് എത്രത്തോളം പറ്റിയെന്നുള്ളത്. ഏറ്റവും അടച്ച് വെക്കാണ്ട് തുറന്ന് വെച്ചിട്ടാണ് ചെയ്യുന്നത്, തിളപ്പിക്കുന്നത്. ഇവിടെ നിന്ന് ചൂടില്ല കേട്ടോ, പിടിക്കാൻ നല്ല സുഖമുണ്ട്. ഇത് എൻ്റെ പല ഇതിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ലൈക്ക് ഈ സർഫസിൽ നമ്മൾ കുക്ക് ടോപ്പിൽ ചെയ്യുമ്പോഴത്തേക്ക് ഹീറ്റ് മേളിലേക്ക് കയറത്തില്ല, ഉള്ളിൽ നിന്ന് അകത്ത് കയറും. നമുക്ക് പുറത്തുള്ള പാത്രങ്ങളിലൊക്കെ പിടിക്കാനൊക്കെ പറ്റും, നല്ല സൗകര്യം. ഈവൻ സ്റ്റീൽ പാത്രമാണെങ്കിൽ പോലുമല്ല ഞാൻ കൈ കൊണ്ട് തന്നെ പിടിച്ചെടുക്കുന്നത്. അപ്പം എൻ്റെ ആ ചട്ടിയുടെയും ടെറാക്കോട്ടയുടെയും അല്ലെങ്കിൽ കളിമണ്ണോ ചെളിമണ്ണോ എന്താ വോട്ടെവർ ആ സ്മെല്ല് ഇപ്പം ഐ എം നോട്ട് ഫീലിംഗ്. അപ്പം സൂപ്പർ ഹാപ്പി, സക്സസ് ആയെന്ന് തോന്നുന്നു. ഇനി ഇതിലൊക്കെ എനിക്ക് രസമൊക്കെ ഉണ്ടാക്കി രസിക്കാം ചെറിയ പാത്രത്തിൽ. ഇതെന്ത് ചെയ്യണം, കുറേ കാലം യൂസ് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് പിന്നെ അവസാനം ആ മൺചട്ടി ചീത്തയാവുന്നതനുസരിച്ചിട്ട്, ചീത്തയല്ല പഴയത്. ഈ സാധനം ഇതാ ഞാൻ പറഞ്ഞ ബാക്കിൽ ഇങ്ങനെ കുറേ ക്രാക്സ് വന്നു. പക്ഷെ നല്ലൊരു സംഭവമായിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾക്കൊരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് കൊണ്ടു തന്നതാണ്. ആൾ തൃശ്ശൂർ കൊച്ചി ആ ഭാഗത്തെങ്ങാണ്ടുള്ള ആളാണ്. അവിടെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ മൺചട്ടി വേണമെന്ന് പറഞ്ഞു വരുന്ന സമയത്ത്. അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇവിടെ നോക്കി നല്ല ക്രാക്ക് വന്നിട്ടുണ്ട്. ആ ക്രാക്ക് കാരണം ഞാനിത് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ഇതിൽ ഈ സൈഡിലല്ല ഇവിടെയൊക്കെ ഇങ്ങനെ അതിൻ്റെ എണ്ണ ഇങ്ങനെ
കിടക്കും. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടില്ലാണ്ട് ഇതിപ്പോൾ റെഡിയാക്കി എടുക്കുവാണ്. ഒരു പാത്രം തീരുമ്പോൾ അടുത്ത പാത്രം. മനുഷ്യൻ്റെ അവസ്ഥ തന്നെ, വയസ്സാകുമ്പോൾ നമ്മൾ മാറിക്കൊടുക്കണം അടുത്ത ജനറേഷന് മുന്നോട്ട് വരാനായിട്ട്. ഫൈനലി അതിൻ്റെ കാൽ ഭാഗത്തോളം എത്തി കേട്ടോ. അത് കുറച്ച് കഴിയുമ്പോൾ നിർത്താം. പക്ഷേ ഇതിലെ വെള്ളം കുറയാണ്ട്. ചട്ടിയുടെ ഭയങ്കര വലിയ സൈസാണ് കേട്ടോ, ശരിക്കും വലിയ സൈസാണ് ഇത്. ഇത് മീഡിയം സൈസ്, അത് ചെറിയ സൈസ്. മൺചട്ടി വാങ്ങിച്ചാലും നമുക്ക് നമ്മുടെ ഇതിനകത്തില്ലേ ഈ ഇങ്ങനത്തെ കുക്ക് ടോപ്സിൽ, ഗ്ലാസ് കുക്ക് ടോപ്പിൽ വർക്ക് ചെയ്യും. ഒരു പ്രശ്നമില്ലാണ്ട് വർക്ക് ചെയ്യും. പ്രത്യേകിച്ച് ബേസ് ഫ്ലാറ്റ് ആണെങ്കിൽ നന്നായിട്ട് തന്നെ ആ ചൂട് എങ്ങനെയുണ്ടോ അങ്ങനെ എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു റിങ്സ് കിട്ടും. ആ റിങ്സ് വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഈ മൺചട്ടി വെച്ചിട്ട് യൂസ് ചെയ്യാം. എനിക്ക് ആ റിങ്സ് ഒന്നും ഇല്ല. ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യുന്നത്. ഒരു പ്രശ്നവും വരില്ല. ചെറുത് അടയ്ക്കാറായി കേട്ടോ. ഞാൻ അല്ലാതെ ഇനി ഒന്നുമില്ല, വെള്ളമായിട്ടൊന്നുമില്ല. അപ്പം അതിൻ്റെ സ്റ്റൗവ് അതിൻ്റെ താഴെയുള്ളത് അണച്ചു. ഇനി ആ ചൂടിൽ വെള്ളം തീർന്നു, ഏതാണ്ട് കുറച്ചൊക്കെ ഉള്ളൂ. അതിനി പറ്റും. ഇതിൽ ഞാൻ മാക്സിമം തീയിലേക്ക് വെച്ചു ആയി കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഇനിയുണ്ട് പകുതി കൂടുതൽ വെള്ളം വറ്റാനായിട്ട്, വലുതായതുകൊണ്ട്. സോ ഫൈനലി ഞാൻ എണ്ണയും കൂടെ ഒന്ന് ഇട്ട് കാണിക്കണമെന്നുണ്ട്. അതെങ്ങനെ ഇരിക്കും നോക്കാം. ഇതിപ്പോൾ നല്ല ചൂടിൽ നല്ല തീ ഫുൾ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. വെള്ളം പെട്ടെന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഏതാണ്ട് 1 മണിക്കൂർ കൂടുതലായി കേട്ടോ. ഇനി ഇത് കണ്ടോ, വെള്ളം അത്രയും പറ്റി, പൊടിയായി. ഇതൊക്കെയാണ് തേച്ച് എടുക്കണം. എന്നിട്ടും ഇതിലൊന്നും ആയിട്ടില്ല. ഇതിലിനി കുറച്ചും കൂടി ഉണ്ട്. നമുക്ക് ഇങ്ങോട്ടെടുത്ത് കാണിച്ചു തരാം. അങ്ങനെ എൻ്റെ ഈ ചട്ടി ഇതൊക്കെ ഒന്ന് പറ്റിയിരിക്കുക. ഇതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകി എണ്ണ തേച്ച് വെച്ചാൽ ഇത് റെഡിയാവും. ഇനി ഇതൊന്നും ചെയ്യേണ്ട. സ്മെല്ലങ്ങനെ വരുന്നുമില്ല. വെക്കണോ ബാക്കിൽ സി ഹൗ ഇറ്റ് ലുക്സ്. ഈ 2 സൈഡ് എണ്ണ തേക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ ഐ പ്രിഫർ ടു ഗോ വിത്ത് ഫ്രണ്ടിൽ. കാരണം ഈ കുക്ക് ടോപ്പിൽ പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്മോക്ക് വന്നുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ചിട്ട് അതങ്ങ് റെഡി ആയിക്കോളും. എണ്ണയ്ക്ക് ഉള്ളിലോട്ട് കയറിയല്ലേ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ. നമുക്ക് കംപ്ലീറ്റ് ഡ്രൈ ആയി കിട്ടി. പൊടി കുറച്ച് മുമ്പ് വരെ വെള്ളത്തിലുണ്ടായിരുന്നു, ഒന്നും പറയത്തേ ഇല്ല. ആൻഡ് ദിസ് വൺ ഇസ് ലൈക്ക് സ്റ്റിൽ ഗോയിങ് ഓൺ. വലിയ സൈസ് ആയതുകൊണ്ടാണ് കുറേ ടൈം എടുക്കും. 1 hour കഴിഞ്ഞു കേട്ടോ, 1 hour കൂടുതലായി. കുറച്ചു നേരം കൂടി പോവുമായിരിക്കും. രസം ഉണ്ടാക്കാം, കുമ്പളങ്ങ മോര് കാച്ചാം. ഇതിൽ ഒരു നേരത്തേക്കുള്ളത് ചെയ്യാനായിട്ട് എന്നും ഞാൻ ആ സ്റ്റീൽ പാത്രങ്ങൾ ഉപയോഗിച്ചിട്ട് എൻ്റെ ഇവിടുത്തെ കിച്ചൺ സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റീൽ വിത്ത് ബ്ലാക്ക് ആണ്. അപ്പോൾ എനിക്കുള്ള മിക്ക സാധനങ്ങളും ഈവൻ അപ്ലയൻസസ് ഇത് അങ്ങനത്തേതാണ്. ഫ്രിഡ്ജ് അതുപോലത്തെ സ്റ്റീലാണ്. ഈ സൈഡിൽ ബ്ലാക്ക് വരുന്നത്. പിന്നെ ഞാൻ നാട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വന്ന ഒരു പ്രീതിയുടെ ഒരു ബ്ലൂ ലീഫ് ഉണ്ടായിരുന്നു. അത് കേടായപ്പോഴത്തേക്ക് ഇത് ആമസോണിൽ ഓർഡർ ചെയ്തിട്ട് വാങ്ങിച്ച മിക്സിയാണ്. ഇതും ബ്ലാക്ക്. കാരണം ഇതിനനുസരിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ കോഫി മേക്കർ, നമ്മുടെ ബ്രെഡ് ടോസ്റ്റർ, അത് വാട്ട് യു കോൾ ദാറ്റ് ബ്ലെൻഡർ അല്ലേ അതും. ഇത് ജ്യൂസർ, ഈവൻ കത്തികൾ വരെ ബ്ലാക്കും സ്റ്റീലുമാണ്. ഇതിൻ്റെ പിടി സെപ്പറേറ്റഡ് അല്ല. ഇതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒറ്റ സ്റ്റീലിൽ ഇങ്ങനെ കയറി വന്നിരിക്കുന്നതാണ്. എൻ്റെ ഏത് കത്തി എടുത്താലും ഒറ്റത് ഒരു സെറ്റായിട്ട് വാങ്ങിച്ചു വെച്ചത്. വലിയ കത്തികൾ ഇതൊന്നും എടുക്കുന്നേ ഇല്ല. ഞാൻ സാധാരണ
വാങ്ങിച്ചു. ഇത് പിന്നെ നമ്മുടെ വെജിറ്റബിൾ പീലർ, പിന്നെ നമ്മുടെ എന്താ കോഫിയൊക്കെ ഒന്ന് പതപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം. ഇത് ബ്ലാക്കും സ്റ്റീലും. ഇതല്ലാണ്ട് പിന്നെ കുറച്ച് സാധനങ്ങളുണ്ട്. ലൈക്ക് ഇത് കട്ട് ചെയ്തെടുക്കത്തില്ല. ലൈക്ക് ക്യാൻ്റെ ലിഡൊക്കെ റിമൂവ് ചെയ്യുന്നത് ക്യാൻ കട്ട്. ഇതെല്ലാം ഇതേ പാറ്റേണിലാണ്, ഇൻക്ലൂഡിങ് നമ്മുടെ കത്തിരിക്ക. അപ്പം എൻ്റെ കിച്ചണിലെ സാധനങ്ങൾ, അതുകൊണ്ട് സ്റ്റീൽ സാധനങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. സ്റ്റീലിൻ്റെയൊക്കെ നല്ല നമ്മുടെ നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന കുക്കർ. നേരത്തെ അലുമിനിയത്തിൻ്റെ 2 ഉണ്ടായിരുന്നു. അതിപ്പം വലിയ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ യൂസ് ചെയ്യില്ല എന്നല്ല, അതുപോലെ ഇതും പാത്രങ്ങളാണെങ്കിലും നല്ല വെയിറ്റുള്ളതും സ്റ്റീലിൻ്റെ ഇത് തന്നെയാണ്. ലൈഫ് ലോങ് കിടക്കും കേട്ടോ. ഇത് കേടാവത്തില്ല. 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇതൊക്കെ. കുറച്ച് റേറ്റ്സ് ഉണ്ട് ഇത് വാങ്ങിക്കുമ്പോഴത്തേക്ക്. മാർക്കറ്റ് റേറ്റ് നോക്കുമ്പോഴത്തേക്ക് ബെസ്റ്റിലാണ് നല്ല ഒരു പ്രോഡക്റ്റ് അത്. അതിൻ്റെ ഇടയിലാണ് ഈ 3 മൺചട്ടി കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട്. മൺചട്ടി വേണം നമുക്ക് മീനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ ഈ സ്റ്റീൽ പാത്രത്തിൽ ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു സ്റ്റീൽ പാത്രമുണ്ട്. അതിൻ്റെ ഒരു സെറ്റ് ഉണ്ടാക്കിയാണ്. കിച്ചൺ എസൻഷ്യൽസ് നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. അവരുടെ ആ ബ്രാൻഡിൽ ബെസ്റ്റ് സാധനമാണ്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തു. ആ സമയം ഇത് തിളയ്ക്കുന്ന സമയം കൊണ്ട് ബാക്കൊക്കെ കണ്ടോ, ഇതായി മണത്ത് നോക്കാം. സ്മെല്ല് വരുന്നില്ല. നേരത്തെ വല്ലാത്തൊരു ഇത് വരുന്നത്. ഇനി നമുക്ക് വെള്ളമില്ലല്ലോ, എണ്ണ ഒഴിച്ച് വെക്കണം. എണ്ണയ്ക്ക് തടവിയിട്ട് നന്നായിട്ടൊന്ന് തടവി കൊടുത്തു കേട്ടോ. ആ ബ്രഷ് കൊണ്ട് ആയിട്ടുണ്ട്. തേക്കണ്ടെന്നാണ് വിചാരിച്ചത്, എന്നാലും മഴക്കെടുക്കുമ്പോൾ അതിൻ്റെ ആ രീതിക്ക് തന്നെ ചെയ്യാം. മൺപാത്രങ്ങൾ ലോങ് യൂസിന് വേണ്ടിയിട്ട്. ഇതിന് ഓക്കെ ആയിരിക്കും എനിക്കൊന്ന് അബ്സോർബ് ചെയ്യുന്ന രീതി ഉണ്ടോ. ഇത് അങ്ങനെ ഇതാവുന്നില്ല, കൈ തന്നെ നിൽക്കും. ഇതൊക്കെ ഒന്ന് തീർന്നിട്ട് വേണം ഇതിലേക്കും കൂടി അതുപോലെ ചെയ്യാൻ. എൻ്റെ അറ്റമൊക്കെ കണ്ടോ എൻ്റെ കളറ്. പക്ഷെ ഇത് കഴുകിയപ്പോഴത്തേക്കും പോയി. ഏതാണ്ട് ആയിട്ടുണ്ട് കേട്ടോ, മറ്റേ ആ സ്മെല്ലില്ല. അതാണ് വലിയ കാര്യം. പക്ഷെ ഇനി യൂസ് ചെയ്യുമ്പോൾ അറിയാം എന്താ ഏതാന്നൊക്കെ ഉള്ളത്. അപ്പം അതിൻ്റെ അടപ്പിലും കൂടി ഒന്ന് ഇത് ഏതാണ്ട് ആയി കേട്ടോ. ഇനി ഞാൻ നിർത്തുവാണ്. അപ്പോൾ ഇതിവിടെ നിന്ന് അത് ഉണങ്ങും. വെള്ളത്തിൽ നിന്നിട്ട് ഇത് ഓഫ് ചെയ്തു. അപ്പം 7 എങ്ങാണ്ട് തുടങ്ങിയപ്പോൾ 7 or 8 7:30 എങ്ങാണ്ട് കഴിഞ്ഞിട്ട് ലൈക്ക് ഓൾമോസ്റ്റ് 1-1.5 മണിക്കൂർ കംപ്ലീറ്റ് എടുത്തു കേട്ടോ. ഇത് രണ്ടും മഴപ്പെടുത്തി എടുക്കാനായിട്ട്. വലിയ സൈസ് ആയതുകൊണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആയി കിട്ടിയത്. ഇവൻ മാക്സിമം ഫ്ലെയിം വെച്ചിട്ട് പോലും അത്രയായി. ഇനി ഇതിവിടെ നിന്ന് തണുത്ത് ആ വെള്ളം അത്ര നിൽക്കട്ടെ. എനിക്കിപ്പം കുറച്ച് കടയിൽ പോകേണ്ട ആവശ്യമുണ്ട്. 9 ആയല്ലോ. ഇനി പോയി കുറച്ച് ഗ്രോസറീസൊക്കെ വാങ്ങിക്കണം. ഇത് കണ്ടോ, ഇപ്പം ഈ സൈഡ് ഇത്രയും ബേക്കായി കിട്ടിയത്. എണ്ണ നടവിട്ട് ഇവിടെ തന്നെ വെച്ചിട്ട് പോകാമെന്ന് ഉദ്ദേശിക്കാം. ഏതായാലും ഞാൻ ഇപ്പം ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുവാണ്.